ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിപ്പോൾ ഷിജു ഖാൻ പറയുന്ന ഒരു കാര്യം, സമ്മേളനങ്ങൾ പല സ്ഥലത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM സമ്മേളന കാലയളവാണല്ലോ. ഇതിൽ ഒരൊറ്റ ഇൻസിഡൻ്റാണ് ഈ രൂപത്തിലായിട്ടുള്ളത്. റോഡ് കൊട്ടിയടച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തി. അത് പിഴവാണ് എന്നവർ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അത് CPMനെ ആ രൂപത്തിൽ ആക്രമിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചോദിക്കുന്നത്. പക്ഷേ കോടതി അതിനെ എത്രത്തോളം ഗൗരവത്തോടെ കണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോടതി അത് വിടാതെ പിടികൂടുന്നുണ്ട്. ആരൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു, അവരെ പ്രതി ചേർക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇന്നിപ്പോൾ 47 പേരെ പ്രതി ചേർത്തതായി DGP റിപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഉദ്ഘാടനം ചെയ്ത പാർട്ടി സെക്രട്ടറി, സമ്മേളനത്തിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി, ഇവരൊക്കെ അതിൽ പ്രതിപട്ടികയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. തീർച്ചയായിട്ടും ഞാൻ ഈ CPM ഇപ്പോൾ നടത്തിയ സമരങ്ങളായാലും മുൻപ് നടത്തിയ സമരങ്ങളായാലും മറ്റിതര പാർട്ടികൾ നടത്തിയ സമരങ്ങളായാലും കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന സാഹചര്യത്തിലാണ്. ഇവിടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ ഏറ്റവും അധികം സജീവമായി ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ വയലേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള സമരങ്ങൾക്ക് ഈവൻ ഭരണ സംവിധാനം കൂട്ടുനിന്നുകൊണ്ട് ജനങ്ങൾക്ക് സുഗമമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുകയാണ്. ഇതാണ് കോടതി ഇൻ്റർഫിയർ ചെയ്തത്. ഇപ്പോൾ മറ്റുള്ളത് സമരങ്ങൾ എത്രയായിരുന്നാലും ശരി, സമരങ്ങൾ നടത്താൻ വേണ്ടി പറയട്ടെ സമ്മേളനമാണ്. അപ്പോൾ ആ സമ്മേളനങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഏതൊക്കെ ആയിരുന്നാലും ജനങ്ങളെ അത് ബാധിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രശ്നം. ആ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനം അതിന് കൂട്ടുനിന്നുകൊണ്ട്, അതായത് സമരത്തിന് എന്തിനാണ്, അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന് എന്താണ് പോലീസിന് പണി? പോലീസിൻ്റെ പണി സമ്മേളനം നടത്തി കൊടുക്കലല്ല, അല്ലെങ്കിൽ സമരം നടത്തി കൊടുക്കലല്ല. ആ സമരം അല്ലെങ്കിൽ സമ്മേളനം ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് പോലീസ് നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഒരു ഇനാക്ഷൻ ഉണ്ടാകുകയാണ്. അത്രയും വലിയ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കോടതി പരാതിയുടെ മുമ്പിൽ വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളിൻ്റെ ഭാഗത്ത് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടും പോലീസ് അതിൽ നടപടിയെടുക്കാൻ ഭയക്കുന്നു. ആ ഭയക്കുന്നത് ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ലക്ഷണമാണ്. കാരണം നടപടി എടുത്തു കഴിഞ്ഞാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് ഒരു കേസെടുക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ സിമ്പിളായിട്ട് ഒരു കേസൊക്കെ എടുക്കും. കേസെടുത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും 10, 25, 50 കേസുകളും ഉണ്ടാവും. പക്ഷേ ഈ കേസുകൾ എടുക്കുന്ന ഒരു വഴിക്ക് നിൽക്കട്ടെ, നമുക്ക് റെസ്ട്രെയിൻസ് വേണ്ടേ? നമ്മൾ നടത്തുന്ന സമ്മേളനങ്ങൾ, സമരങ്ങളൊക്കെ പൊതുജനങ്ങളെ ബാധിക്കരുതെന്ന് നമ്മൾ ചിന്തിക്കരുത്. എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്ന സമ്മേളനങ്ങൾ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടും അവരുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടാകുന്നതാണ്. സമരങ്ങൾ ചിലപ്പോൾ ആർട്ടിക്കിൾ 19(1) ആയിട്ട് മാറും. കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനാണ്. അവരത് പ്രതികരിക്കേണ്ടതുണ്ടായി വരും. കാരണം അത്രത്തോളം ഇപ്പോൾ ഈ ഫ്യൂവൽ പ്രൈസിൻ്റെ ഇൻക്രീസ്, പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ ദുസ്സഹമായ തരത്തിലുള്ള വിലക്കയറ്റം, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും ആ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ പോലും പോലീസിൻ്റെ ജോലി ആ പ്രതിഷേധം സമയത്ത് നടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. പൊതുനദൽ നശിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പരിശോധിക്കാം. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതിൽ പോലീസ് ഈ പറഞ്ഞ സമ്മേളനം നടത്തിയവർക്ക് കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം കോൺഗ്രസിൻ്റെയും പിന്നെ ലീഗിൻ്റെയും അല്ലെ മറ്റിതര സംഘടനകളുടെയും ഒക്കെ സമരങ്ങൾ നടത്തുമ്പോൾ 10, 20, 25 ദിവസം അപ്പോൾ തന്നെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ തന്നെ ജാമ്യം മൂവിയിട്ട് ജാമ്യത്തിൽ വലിയ ഒബ്ജക്ഷൻ, ഇപ്പോൾ BDPP ഒക്കെ പറഞ്ഞ് വലിയ ഒബ്ജക്ഷനൊക്കെ റേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലും കിട്ടാറില്ല. അപ്പോൾ ഇവിടെ അപ്പോൾ കോടതി പറയുന്നത് നിങ്ങൾക്കിത് നോക്കുത്തിയായിട്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നു, നിങ്ങൾ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അവരൊന്നും പ്രതിയാകുന്നില്ല. സമരത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നമുക്കറിയാവുന്നതല്ലേ, നമ്മൾ കണ്ടതല്ലേ? അതെ അങ്ങനെയാണ്. അതാണ് ആ സംവിധാനം. കഴിഞ്ഞ 8-9 വർഷത്തിൻ്റെ ഒരു ഭരണത്തിൻ്റെ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കോടതി ചില സമയത്ത് ഇടപെടൽ നിർബന്ധിതരാവുകയാണ്. ആ നിർബന്ധിത അവസ്ഥ സ്റ്റേറ്റിലുണ്ടായിരിക്കുന്നു. ഇവർ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ല, ഭരണപക്ഷക്കാരാണ് കേട്ടോ, അത് മനസ്സിലാക്കിക്കണം. ഇതിൻ്റെ അനിവാര്യമായ ഒരു സമരത്തിൻ്റെ പ്രശ്നമൊന്നും അല്ലത്. വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റി നിർത്താവുന്ന ഒരു സമ്മേളനം ജനങ്ങൾക്ക് ഇച്ചിരി ദോഷം വന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ നടത്തി. പോലീസിന് ആക്ഷൻ എടുത്തിട്ടില്ല. അതാണ് അവിടുത്തെ ഇഷ്യൂ.
Debate with Smriti Parathikkad.